കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനർജി ലെവലിന്റെ കാര്യത്തിൽ കൊടുമുടിയിലായിരുന്നു ഹണി ബി എന്ന ലാൽ ജൂനിയർ ചിത്രത്തിന്റെ സ്ഥാനം. എന്നാൽ ഹണി ബി 2 സെലിബ്രേഷൻസ് ഒരു കല്യാണ വീട്ടിൽ ചെന്ന് തിരിച്ചു പോരുന്നതിന്റെ ഫീലാണ് പ്രേക്ഷകന് സമ്മാനിക്കുക. ഹായ് ഐ ആം ടോണി എന്ന സൈക്കോ ത്രില്ലർ ചിത്രത്തിന് ശേഷം ജീൻ പോൾ ലാൽ എന്ന ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. 2013 പുറത്തിറങ്ങിയ ഹണി ബി എന്ന ട്രിപ്പിംഗ് സിനിമയുടെ തുടർച്ചയാണ് ഹണി ബി 2 സെലിബ്രേഷൻസ്. ആദ്യ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം അതേപടി നിലനിർത്തിയപ്പോൾ അർച്ചന കവിക്ക് പകരം ബഡായ് ബംഗ്ലാ ഫെയിം ആര്യ സാറ എന്ന കഥാപാത്രമായി എത്തി. മിഖായൽ എന്ന ലാൽ കഥാപാത്രത്തിന്റെ ഭാര്യയുടെ റോളിൽ കവിത നായർ ഇടം പിടിച്ചു. പ്രവീണ ചെയ്ത കഥാപാത്രമായിരുന്നു ഇത്. മുൻ സിനിമയിലെ ഗർഭിണിയുടെ വേഷത്തിൽ കൃഷ്ണപ്രഭയാണ് അഭിനയിക്കുന്നത്. മുൻ സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത സർപ്രൈസ് കഥാപാത്രങ്ങളായി ശ്രീനിവാസനും ലെനയും പ്രേംകുമാറും രംഗപ്രവേശനം നേടി. സെബാനും ഏഞ്ചലും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരുക്കങ്ങളാണ് സിനിമ പ്രധാനമായും പറയുന്നത്. സെബാന്റെ കുടുംബത്തെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തമാശകളും സൗഹൃദത്തിലെ ചില പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ആദ്യ സിനിമയിലെ പോലെ തന്നെ മദ്യപാനവും പുകവലിയും ട്രിപ്പിംഗ് കഥാപാത്രങ്ങളും ഈ സിനിമയിലും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ജീൻ പോൾ ലാൽ തന്നെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ കോമഡികളും കൗണ്ടർ കോമഡികളും ആവേശത്തിനുണ്ട്. ജോയ് മാത്യു, പൊന്നമ്മ ബാബു, ഹരിശ്രീ അശോകൻ തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് ചിത്രത്തിൽ. ആദ്യ ചിത്രത്തിലേതുപോലെ ബാബുരാജ്, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ് എന്നിവർ തകർപ്പൻ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി വിവാഹം ഉറപ്പിക്കുന്നതിനായുള്ള പരിശ്രമമായിരുന്നുവെങ്കിൽ രണ്ടാം പകുതി അതിന്റെ തയ്യാറെടുപ്പുകളും തമാശകളുമാണ്. ഒരു കല്യാണ വീട്ടിൽ സാധാരണയായി കണ്ടുവരാറുള്ള ബന്ധുക്കൾ, അവരുടെ പെരുമാറ്റ സംസാരം, വിവാഹത്തിന് തൊട്ടു മുൻപ് വധുവരന്മാർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം തുടങ്ങിയവയാണ് ഈ സിനിമയുടെ ബലം. ദീപക് ദേവിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ആൽബിയുടെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു. കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വെറുതെ കയറിയാൽ സിനിമ ഇഷ്ടപ്പെടും. ലാൽ മീഡിയ നിർമ്മിച്ച ചിത്രം വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത് ആസിഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ആദംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻസ് ആണ്. എന്തായാലും പടം കണ്ടിറങ്ങിയ പലരുടെയും അഭിപ്രായം കാശു പോയി എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ കാശു പോയാൽ താൻ തിരിച്ചു തരില്ല എന്ന് ആസിഫ് അലി പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.